കൊടുക്കുന്ന ആളിനും വാങ്ങുന്ന ആളിനും ഒരുപോലെ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടായാൽ എങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ ഇത്തവണ എന്തായാലും അച്ഛനമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. കാരണം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കണമല്ലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്ത് കൊടുക്കാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പണ്ട് ഞാൻ അമ്മയുടെ ഒരു മോതിരം കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് അമ്മയ്ക്ക് ഇത്തവണ മോതിരം മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളുകൊണ്ട് ആലോചിക്കുകയാണ് അമ്മയ്ക്കൊരു മോതിരം വാങ്ങിക്കൊടുക്കണമെന്ന്. അപ്പോൾ ഇത്തവണ എന്തായാലും മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആ മോതിരം മേടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാണാൻ തീരെ ചെറുതാണെങ്കിലും ഈ ഒരു റിങ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈസ് ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എന്നെ പോലൊരു സാധാരണക്കാരിക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഓഫറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും സാധിച്ചിട്ടുണ്ടായിരുന്നേ. അമ്മയുടെ നഷ്ടപ്പെടുത്തിയ ആ മോതിരത്തിന് പകരം എനിക്കൊരു മോതിരം മേടിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ അമ്മയുടെ കാര്യത്തിന് ഒരു സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അച്ഛൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് അച്ഛൻ്റെ റിങ്ങും പണയത്തിലിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്യാം, ഇനി എന്തെങ്കിലും എടുക്കാം അല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ പതിവ് പോലെ ആറ്റിങ്ങിൽ വന്നാൽ ചെയ്യാറുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. ഒന്നുകിൽ ഷാർജ, അല്ലെങ്കിൽ ഷവർമ, അല്ലെങ്കിൽ ലൈമും പപ്സും. അപ്പോൾ ഇതിലേതെങ്കിലും ആണ് സ്ഥിരം ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഷാർജയാണ് കുടിച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു ചെറിയ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.